ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പരാമർശം ഇല്ല എന്നാര് പറഞ്ഞാലും ഉണ്ട് എന്ന് VS എന്ന് പറഞ്ഞു. ഇപ്പൊ മറ്റു നേതാക്കളും പറയുന്നുണ്ട്. ശ്രീ എസ് സുരേഷ്. തീർച്ചയായിട്ടും 2012 അത്തരമൊരു പരാമർശം VS-നെതിരെ ഉണ്ടായതും VS-ന് അന്ന് വല്ലാതെ വിഷമവും വേദനയും ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീട് VS അത് മറുപടി പറയാൻ VS നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്തത് പൊതുസമ്മേളനത്തിൽ. സാധാരണ ചർച്ചകളിൽ, സമ്മേളനത്തിനകത്ത ചർച്ചകളിൽ അവിടെ തന്നെ മറുപടി, അല്ലെങ്കിൽ VS മറുപടി പറയാനുള്ള അവസരം അവിടെ ഇല്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് ചർച്ചകൾക്ക് മറുപടി പറയേണ്ടത്. പിന്നെ അഖിലേന്ത്യാ തലത്തിലുള്ള ചർച്ചകൾക്ക് മറുപടി പറയേണ്ടത് അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. ഇതാണ് പാർട്ടി സംഘടനാ രീതി. പക്ഷേ VS-ന് മറുപടി പറയാൻ അവിടെ അവസരം ഇല്ലാത്തത് കൊണ്ട് തന്നെ VS പൊതുസമ്മേളനത്തിൽ വെച്ച് ക്യാപിറ്റൽ പണിഷ്മെന്റിനെതിരായിട്ട് മറുപടി പറയാൻ നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്തത്. ആലപ്പുഴ സമ്മേളനത്തിലേക്ക് വന്നാൽ, ആലപ്പുഴ സമ്മേളനം സത്യത്തിൽ VS-നെ അധിക്ഷേപിക്കാൻ വേണ്ടി ഒരു സമ്മേളനം നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം VS വധം ആട്ടക്കഥയായിരുന്നു ആ സമ്മേളനത്തിൽ. കാരണം അത്രത്തോളം അധിക്ഷേപം ഒരു മനുഷ്യനെ ഇരുത്തിക്കൊണ്ട് നടത്തിയൊരു സമ്മേളനമായിരുന്നു. അതിൽ ഒരു പരാമർശം മാത്രമല്ല, സുരേഷ് കുറുപ്പിന്റെ ഒരു വാക്കിലൊരു തിരുത്തൽ വേണം. ഒരു പരാമർശം മാത്രമല്ല, പല പരാമർശങ്ങളും അത്തരത്തിൽ VS-നെ വേദനിപ്പിക്കുന്ന വളരെ വളരെ മോശം അധിക്ഷേപങ്ങളൊക്കെ നടത്തിയ ഒരു സമ്മേളനമായിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടും അതിൽ ഇരിക്കാൻ സൗകര്യമില്ലാത്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് VS പുറത്തിറങ്ങിപ്പോയത്.